എൻ്റെ ഉള്ളിലൊരു ബേസിൽ ഫാൻ ബോയ് ഉണ്ട്. അപ്പം അതുകൊണ്ട് അതും കൂടി ഒന്ന് ചോദിച്ചോട്ടെ. തുണ്ടുപടം എന്ന് പറയുന്ന ബേസിൽ ചെയ്തിട്ടുള്ള ഒരു ഷോർട്ട് ഫിലിമിലാണ് ജിതിൻ അസിസ്റ്റൻ്റായിട്ട് വർക്ക് ചെയ്യുന്നു. പിന്നീട് കുഞ്ഞിരാമായണത്തിലും ഗോതയിലും ഒക്കെ വർക്ക് ചെയ്യുന്നുണ്ട്. ഇപ്പം ഈ പടത്തിൽ നടനായിട്ടും കൂടി ബേസിന് സംവിധാനം ചെയ്യുന്നു. ഈ ഒരു ജേണി എങ്ങനെയുണ്ട്? ബേസിലാൻഡ് ഒരുപാട് ബേസിലാൻഡിനെ വെച്ച് കമ്പയർ ചെയ്യുമ്പോഴത്തേക്ക് ഞാനൊന്നും പണിയെടുക്കുന്നില്ല എന്ന് വേണം പറയാൻ. കാരണം ബേസിലാൻഡൊക്കെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മറ്റേ ഈ നമ്മൾ ഈ ഭയങ്കര മറ്റേ പഠിപ്പിച്ച ടീമുകൾ റൂമിനകത്ത് കയറി ഇരുന്ന് പഠിക്കുന്ന പോലെയാണ് സിനിമയ്ക്ക് വേണ്ടി പ്രിപ്പയർ ചെയ്യുന്നത്. അപ്പോൾ ഞാൻ അതൊക്കെ ബേസിലാൻഡിൽ നിന്ന് കണ്ടുപിടിച്ചിട്ടുള്ളതാണ്. ഈ റൂമിനകത്ത് കയറി ഇങ്ങനെ അടച്ചിരുന്നിട്ട് കുറേ സിനിമകൾ കാണും. പെട്ടെന്ന് ഒരാൾ റൂം തുറന്ന് വന്നിട്ട് നമുക്ക് ഈ സീൻ ഇങ്ങനെ എന്നൊക്കെ പറഞ്ഞിട്ട് പോകും. അപ്പോൾ നമ്മൾ ഇതൊക്കെ നോട്ട് ചെയ്യും. അപ്പോൾ അതെനിക്ക് പിന്നെ ഞാൻ ഈ സിനിമയ്ക്ക് വേണ്ടി വർക്ക് ചെയ്യുന്ന സമയത്താണ് നമ്മൾ കാണുന്ന സാധനങ്ങൾ റെഫറൻസ് എടുക്കുന്നത്, ഇതൊക്കെ എങ്ങനെ ഇൻഫ്ലുവൻസ് ചെയ്യും, നമുക്ക് വേറെ രീതിയിൽ എങ്ങനെ കാണാൻ പറ്റും എന്നൊക്കെ ഉള്ളത് മനസ്സിലായത്. അല്ലെങ്കിൽ തന്നെ ബേസ്ലൈനിൽ നിന്ന് തന്നെ കിട്ടിയിട്ടുള്ളൊരു സാധനമാണ് ഈ ഏതൊരു ജോണറും അല്ലെങ്കിൽ ഏതൊരു സബ്ജക്റ്റും വളരെ റൂട്ടഡായിട്ട് സെർവ് ചെയ്ത് കഴിഞ്ഞാൽ അത് ഇവിടെ മലയാളികൾക്ക് വർക്കാവും എന്നുള്ളത് തന്നെ പഠിപ്പിച്ചത് ബേസ്ലൈനിന് അങ്ങനെ ഒരു എല്ലാം നമ്മൾ ഭയങ്കര റൂട്ടഡായിട്ടും കുറച്ച് തമാശയൊക്കെ ആഡ് ചെയ്തിട്ട് കൊടുക്കുന്നതിൻ്റെ ഒരു സാധനം ഉണ്ട്. അതിപ്പോൾ ആക്ടിങ് ആണെങ്കിലും പണ്ട് എനിക്ക് തോന്നുന്നു പ്രിയമതയുടെ സമയത്ത് പ്രിയമതയിൽ അഭിനയിച്ചിട്ടുണ്ടല്ലോ. അപ്പം ഞാൻ ഇപ്പോൾ ഈ പറയുന്ന ഈ നമ്മൾ ഇപ്പോൾ ഒരുപാട് സിനിമകൾ ഇപ്പം തിരക്കാണല്ലോ ആക്ടർ ബേസിൽ എന്നുള്ള അഭിനയത്തിൽ വളരെ ഈസിയാണ് പുള്ളി. കാരണം നമ്മൾ ലൊക്കേഷനിലൊക്കെ വന്ന് ചിരി കേൾക്കുമ്പോഴേ അറിയാമല്ലോ ഇന്നാളാണ് വന്നിട്ടുള്ളത് എന്നുള്ളത്. എല്ലാവരും വളരെ റിലാക്സ്ഡ് ആവും. പക്ഷേ ക്യാമറക്ക് നേരത്തെ മുന്നിൽ പോയി കഴിഞ്ഞാൽ പുള്ളിയുടേതായ ഒരു ഇൻപുട്ടാണ്. അത് വളരെ പെട്ടെന്നാണ് ടക്ക് 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 എന്ന് പറഞ്ഞ് കഴിഞ്ഞു. ടോവിനെ ഡിഫറൻ്റ്ലി എനിക്ക് പ്രസൻറ്റ് ചെയ്യണമെന്നുണ്ടായിരുന്നു. അല്ലെങ്കിൽ നാളെ അതായത് ടോവിയുടെ ഒരു കരിയർ ബെസ്റ്റ് അല്ലെങ്കിൽ ബിഫോർ ARM ആഫ്റ്റർ ARM അങ്ങനെ നമ്മൾ ഇത്രയും നാൾ കൂടെ നടന്നിട്ട് അങ്ങനെ ഒരു സാധനം ചെയ്തില്ലെങ്കിൽ ഒരു സാധാരണ സിനിമ ചെയ്തിട്ട് കാര്യമില്ലല്ലോ. അപ്പോൾ അതോടൊപ്പം തന്നെ ഇപ്പോൾ ബേസ്ലൈനിൽ കിട്ടുമ്പോഴും യൂഷ്വൽ ലുക്ക് അല്ലാതെ ഒരു സാധനം പിടിക്കുക എന്നുള്ള രീതിയിൽ തന്നെയാണ് അത് ആ സുരേഷ് എന്നുള്ള ക്യാരക്ടർ അങ്ങനെ അതിലും കുറേയൊക്കെ കട്ട് ചെയ്ത് പോയിട്ടുണ്ട്.